അറബിക്കഥ ചെയ്യുന്നതിന് മുൻപ് ഞാനും ഇക്ബാലും ഇവിടെയുള്ള ഒരുപാട് ലേബർ ക്യാമ്പുകളിൽ നേരിട്ട് പോയി കണ്ടിട്ട്. അപ്പം ചില സ്ഥലത്തേക്ക് ഭയങ്കര ശോചനീയമായ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. എനിക്ക് എൻ്റെ പാരൻസിനെ നഷ്ടപ്പെട്ടതുപോലെ തന്നെ അതേ ഫീലിംഗ് ആണ് ശ്രീനേട്ടൻ. ഞാനൊരു സംവിധായകനാവുന്നതിൻ്റെ പ്രധാന കാരണക്കാരിൽ ഒരാളാണ്. ചാന്തുവട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ബേസിക്കലി ചാന്തുവട്ട് ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കഥയല്ല. ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകനെ എനിക്കൊന്ന് കാണണം. അയാളെ കണ്ടാൽ ഞാൻ അയാളുടെ ചെകിട്ടത്തടിക്കും. ഇപ്പം പറയുന്ന പ്രശ്നം ചാന്തുവട്ടെന്നാണ് ഇപ്പം അവരെ വിളിക്കണതെന്നാണ്. പണ്ട് വൃത്തികെട്ട പേരുകളായിരുന്നു വിളിച്ചിരുന്നത്. ഇപ്പോൾ പ്രവാസ ലോകത്ത് ഇരുന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത്. പ്രവാസ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു 3 ചിത്രങ്ങൾ പ്രവാസികളെ പ്രമേയമാക്കി, അല്ലെങ്കിൽ അവരുടെ പിന്നെ ജീവിത സാഹചര്യം കൂടി സിനിമയിലേക്ക് വളരെ മനോഹരമായിട്ട് കൊണ്ടുവന്ന് അറബിക്കഥ തുടങ്ങുന്നു, ഡയമണ്ട് നെക്ലേസ് വരുന്നു, ഏറ്റവും അവസാനമായിട്ട് മ്യാവിലെത്തി നിൽക്കുന്നു. ഇതിലെ 3 ഇതിലേക്കും ഈ ഒരു മേഖലയിൽ പത്ര പിന്നെ ആളുകളൊക്കെ ആയിട്ട് കുറേ സൗഹൃദ ബന്ധങ്ങൾ ഈ മേഖലയിലുണ്ടാവും. പക്ഷേ അതിലപ്പുറം ഇത്ര മനോഹരമായിട്ട് ഇതെങ്ങനെ സംശീകരിച്ചെടുക്കാൻ പറ്റി എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവില്ല. അല്ല, അതിന് ബേസിക്കലി എൻ്റെ ഗൾഫ് സിനിമകൾ മുഴുവൻ എഴുതിയത് ഡോക്ടർ ഇക്ബാലാണ്. ഇക്ബാൽ കുറ്റിപ്പുറം ഒരു ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ ഹോമിയോ ഡോക്ടേഴ്സിന് അലോപ്പതി ഡോക്ടറുടെ മാതിരി ഈ ജലദോഷം എന്ന് പറഞ്ഞാൽ ഉടനെ കോൾഡറിന് എഴുതുന്ന പരിപാടിയല്ല. അവർ നമുക്കൊരു കോൾഡാണെന്ന് പറഞ്ഞാൽ ഈ ഹോമിയോ ഡോക്ടർ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇടത്തോട്ട് ചെരിഞ്ഞാണോ ഉറങ്ങുന്നത്, സ്വപ്നം കാണാറുണ്ടോ, എന്ത് തരത്തിലുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത്, വീട്ടിൽ ആരെങ്കിലും ചെറുപ്പത്തിൽ സ്ഥിരമായി തുമ്മാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന വലിയ കേസ് സ്റ്റഡി ഉണ്ട്. അപ്പോൾ ഒരു ആദ്യമായിട്ട് ഇക്ബാലിനെ കാണാൻ വരുന്ന ഒരാൾക്ക് 45 മിനിറ്റ്സ് മിനിമം വേണം അദ്ദേഹത്തിൻ്റെ ഫയൽ ഉണ്ടാക്കാൻ. അപ്പോൾ അതൊരു ഭയങ്കര ഡാറ്റാബേസാണല്ലോ. ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ ഇക്ബാലിനെ കാണാൻ വരുന്ന ദുബായിൽ ജോലി ചെയ്യാൻ വരുന്ന ആണായാലും പെണ്ണായാലും ഇയാളുടെ മുമ്പിൽ അവരുടെ ജീവിതം മുഴുവൻ തുറന്നു വെക്കേണ്ടി വരും. അപ്പം അത് അവർ പറയുന്ന കഥകൾ വിചിത്രമായ കഥകളാണ്. വീടുകളിൽ നേരിടുന്ന ഇഷ്യൂസ്, അവർ തൊഴിലിടത്തിൽ നേരിടുന്ന ഇഷ്യൂസ്, അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾ, ഇതൊക്കെ ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ വന്നിരുന്ന് പറയുള്ളൂ. അപ്പം ഇക്ബാലൊരു കഥകളുടെ പ്രവാസി കഥകളുടെ ഒരു ഭണ്ഡാരമാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തമ്മിലൊരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പം ഇക്ബാൽ പല കാര്യങ്ങളും പറയണ്ട. ഇക്ബാലിൻ്റെ മുഖം കണ്ടാൽ എനിക്കറിയാം എന്താണ് അവിടെ നടക്കണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എൻ്റെ എല്ലാ കുഴപ്പങ്ങളും അറിയുന്ന ആളാണ് ഇക്ബാൽ. എന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ സൈഡിലൊരു മെൻറ്റർ പോലെയാണ്. ഞങ്ങൾ സമപ്രായക്കാരാണ്. പക്ഷേ ഇക്ബാലിന് ക്യാരക്ടർ വൈസ് ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനമാണ്. ഇക്ബാലിൻ്റെ തിരക്കഥകളും അങ്ങനെ തന്നെയാണ്. ലാലിൻ്റെ സിനിമകളെ പോലെ തന്നെ വളരെ വ്യത്യസ്തമാണ് പലതും. അതിൻ്റെ ഒരു ആളുകളെയും ഓഡിയൻസിനെ പൂർണ്ണമായിട്ട് തൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാനും സ്ഥിരീകരിക്കാനും ആ കഥ ഒരു സംഭവ്യമായി തന്നെ അവർക്ക് അനുഭവിപ്പിക്കാനും പറ്റുന്നിടത്താണ്. ഇക്ബാലിന് ഒരു ഫിലോസഫി ഉണ്ട്, പിന്നെ ഒരു ജീവിത വീക്ഷണമുണ്ട്, കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പം ജീവിതത്തിൽ ഭയങ്കര ഡിസിപ്ലിനുള്ള ആളാണ്, അടുക്കും ചിട്ടയുള്ള ആളാണ്. ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. എനിക്ക് യാതൊരു അടുക്കും ചിട്ടയില്ല. ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്ന ഒരാളാണ്. വരുന്നിടത്ത് വെച്ച് കാണുന്ന ആളാണ്. അപ്പോൾ ഇക്ബാലായിട്ടുള്ളൊരു സൗഹൃദം സ്ട്രോങ് ആയതിനു ശേഷമാണ് എൻ്റെ ലൈഫിലും കുറച്ചൊക്കെ ഡിസിപ്ലിനൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇക്ബാൽ പറഞ്ഞ കഥകളൊക്കെ എനിക്ക് മനസ്സിലാവും. കാരണം ഞാനൊരിക്കൽ പ്രവാസിയാവാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട ഒരാളാണ്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോളേജിലും സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന പലരും പിന്നീട് ഇവിടെ ദുബായിൽ ചെറിയ ജോലികളിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വന്നിരുന്നെങ്കിൽ ഞാനും അവരിലൊരാളായിട്ട് ഇവിടെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അവർ ലേബർ ക്യാമ്പിലൊക്കെ താമസിക്കും. അപ്പോൾ ഞാനിവിടെ ദുബായിൽ വരുമ്പോൾ അവരെ കാണാൻ പോവുകയും അവരുടെ ഈ ഫ്രൈഡേസിലൊക്കെ അവരുടെ ക്യാമ്പിൽ പോയി താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലൈഫ് വളരെ അടുത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അറബിക്കഥ ചെയ്യുമ്പോൾ നമുക്ക്
വളരെ പരിചിതമായിട്ടുള്ള ഒരു ജീവിതങ്ങൾ തന്നെയായിരുന്നു അതൊക്കെ. അറബിക്കഥ ചെയ്യുന്നതിന് മുൻപ് ഞാനും ഇക്ബാലും ഇവിടെയുള്ള ഒരുപാട് ലേബർ ക്യാമ്പുകളിൽ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. അപ്പം ചില സ്ഥലത്തേക്ക് ഭയങ്കര ശോചനീയമായ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ നമുക്കറിയാതെ ഇത് നമ്മളുടെ കഥ തന്നെയാണെന്ന് നമുക്ക് തോന്നും. ക്യൂബ മുകുന്ദനൊക്കെ അതിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, അതോടൊപ്പം തന്നെ ഗൾഫിൻ്റെ രണ്ടും കൂടി മനോഹരമായിട്ടത് സന്നിവേശിപ്പിക്കാൻ സാധിച്ചു. പിന്നെ അത് ഇപ്പോഴും ഉണ്ടല്ലോ, അത് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വിലയിരുത്തുമ്പോൾ ഈ രണ്ട് അടരുകൾ, ഒന്ന് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സാധാരണ കുറേ മനുഷ്യർ, അതല്ലാത്ത പിന്നെ തന്നെ ഒരു സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നൊരിത്, എനിക്ക് തോന്നുന്നു അതിനെയും കാലാതിവർത്തിയായ സിനിമയെ മാറ്റുന്ന കുറേ ഘടകങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നറിയാം സിനിമ കാണും. അറബിക്കഥയിൽ അതിൽ ഇക്ബാലും ശ്രീനേട്ടൻ്റെയും ഒക്കെ നല്ല കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവർ ശ്രീനേട്ടനൊക്കെ ഭയങ്കര ആസ്വദിച്ച് ചെയ്ത ഒരു കഥാപാത്രമായിരുന്നു ക്യൂബ മുകുന്ദൻ. ക്യൂബ മുകുന്ദൻ ആ പേര് തന്നെ, ഞാനിപ്പോൾ ഈ എത്രയോ കാലത്തിന് ശേഷം ഈ അടുത്താണ്, കഴിഞ്ഞ വർഷമാണ് ക്യൂബയിൽ ആദ്യമായിട്ട് പോകുന്നത്. ക്യൂബ മുകുന്ദനെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ശ്രീനിവാസൻ്റെ വിയോഗവും നമ്മളുടെ ഈ ഒരു ഘട്ടത്തിലൊക്കെ ആലോചിക്കുമ്പോൾ ലാൽ ജോസിന് വല്ലാത്തൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളുടെ എനിക്ക് എൻ്റെ പാരൻസിനെ നഷ്ടപ്പെട്ടതുപോലെ തന്നെ അതേ ഫീലിംഗ് ആണ് ശ്രീനേട്ടൻ. ഞാനൊരു സംവിധായകനാവുന്നതിൻ്റെ പ്രധാന കാരണക്കാരിൽ ഒരാളാണ്. ശ്രീനേട്ടനൊക്കെ നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളുടെ കരിയറിൻ്റെ ഒക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഏറ്റവും അധികം സംസാരിക്കുന്നതിലോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു സിനിമയ്ക്ക് എനിക്ക് തിരക്കഥ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ പിന്നീട് ചെയ്ത സിനിമകളുടെ തിരക്കഥയിലൊക്കെ എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗേജ് അല്ലെങ്കിൽ ഒരു ഈ തിരക്കഥ ശരിയാണോ, ശരിയായ റൂട്ടിലാണോ പോകുന്നതെന്നുള്ളതിനുള്ള എൻ്റെ ഏറ്റവും വലിയ അളവുകോല് ശ്രീനേട്ടൻ്റെ തിരക്കഥകളായിരുന്നു. അതുമായിട്ടാണ് ഞാൻ എൻ്റെ സിനിമയുടെ തിരക്കഥയെ താരതമ്യം ചെയ്യുക. ഇപ്പോൾ മറവത്തൂർ കനവ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ മഴയത്ത് മുൻപേ എന്ന് പറയുന്ന ആ സ്ക്രിപ്റ്റ് ഞാൻ എപ്പോഴും മനസ്സിൽ വയ്ക്കും. അതിലൊരുപാട് ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം എല്ലാ സമയത്തും ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് ശ്രീനേട്ടനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയമണ്ട് നെക്ലേസിലേക്ക് വരുമ്പം വേറൊരു പിന്നെ പാറ്റേണാണ് അതിൽ, പ്രവാസം തന്നെയാണ്, പക്ഷേ പ്രവാസത്തിൻ്റെ വേറൊരു ഭൂമികയാണ് അതിൽ അടയാളപ്പെടുത്തുന്നത്. അതും അങ്ങനെ വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളത് വലിയ വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ ദുബായിൽ 99 തൊട്ടിട്ട് വരുന്നതാണ്. സ്ഥിരമായിട്ട് എല്ലാ കൊല്ലവും 2, 3, 4 തവണയൊക്കെ വന്നിട്ട് UAE എല്ലാ സ്ഥലങ്ങളിലും, അല്ലാത്ത എമിറേറ്റ്സുകളിലും, എല്ലാ സ്ഥലങ്ങളിലൊക്കെ മിഡിൽ ഈസ്റ്റിലുള്ള ഒരുവിധം എല്ലാ സ്ഥലത്തും സ്ഥിരമായിട്ട് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്, ഓരോ സ്ഥലത്തെയും പ്രത്യേകതയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പ്രവാസി മലയാളികൾക്കുള്ള ചില കോമൺ സ്വഭാവങ്ങൾ, ചില കോമൺ വൈകല്യങ്ങൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്രയും വർഷങ്ങളിൽ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ അതൊക്കെ കൗതുകം തോന്നിപ്പിക്കുന്ന. ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ദുബായിൽ ഇപ്പോൾ ഈ അടുത്ത് ദുബായിൽ 50-55 വർഷം മുമ്പ് ദുബായിൽ വന്ന മലയാളി ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നുണ്ട്. അദ്ദേഹം വരുമ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നു ഗൾഫ്. ആ കാലത്താണ് വരുന്നത്. ഈ പറഞ്ഞ സ്ഥലത്ത് റോഡുകളേ ഇല്ലാത്ത ഒരു കാലത്ത് ഗൾഫിൽ വന്ന ഒരാളാണ്. അപ്പം അന്നത്തെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയണ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമാവും. ഞാൻ ഈ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളൊരു കുട്ടിയായതുകൊണ്ട് അദ്ദേഹത്തിന് അടുത്ത് പോയിരുന്ന് പഴയ കഥകൾ ചെറുണ്ടലാണ് നമ്മുടെ പരിപാടി. അതെ, ഇപ്പോൾ ലാൽ ജോസിന് ഇപ്പോൾ 90കൾ മുതൽ വളരെ ശക്തമായി തന്നെ സിനിമ ഡയറക്ഷൻ എന്നുള്ള രംഗത്ത് സജീവമായിട്ടുണ്ട്. പക്ഷേ ചില ഇതുണ്ടല്ലോ, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെയുള്ള പുതിയ കാലത്തിൻ്റെ നമ്മളെ കുറേ കൂടി ബോധ്യപ്പെടുത്തുന്നുണ്ട് പലതും. അപ്പോൾ ചാന്തുപൊട്ട് സിനിമയെക്കുറിച്ചൊക്കെയാണ് എനിക്കുള്ളത്. അത് ഇന്നായിരുന്നെങ്കിൽ ആ ഒരു അപ്രോച്ച് ആയിരുന്നോ സ്വീകരിക്കുക? തീർച്ചയായിട്ടും അത് തന്നെയാണ് അപ്രോച്ച്. ചാന്തുപൊട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ഇൻ്റലക്ച്വൽ ആയി സ്വയം വിചാരിക്കുന്ന ചില ആളുകളാണ് അതിനെക്കുറിച്ച് അന്ന്. ബേസിക്കലി ചാന്തുപൊട്ട് ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കഥയല്ല. ആ നായകൻ ട്രാൻസ്ജെൻഡർ ആയിരുന്നില്ല. അയാൾ ഒരു പെരുമാറ്റത്തിൽ ചെറിയ സ്ത്രൈണത ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അയാൾ ഒരു യുവതിയെയാണ് പ്രേമിക്കുന്നത്, അയാളൊരു പുരുഷനെ അല്ല പ്രേമിക്കുന്നത്. അയാളൊരു സ്ത്രീയെ പ്രണയിക്കുന്നുണ്ട്.
അതിൽ അയാൾക്കൊരു കുഞ്ഞുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ പറയുന്നതിനൊന്നും ഒരു പോയിന്റ് ഇല്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു ഡിഫറൻസ് ബിഹേവിയങ്ങിൽ, അത് ഒരു വൈകല്യമാണെന്ന് പോലും പറയാൻ പാടില്ല. പെരുമാറ്റത്തിലൊരു ഡിഫറൻസ് ഉള്ള, ബിഹേവിയറൽ ഡിഫറൻസ് ഉള്ള ഒരാൾ അനുഭവിക്കുന്ന വേദനയും അയാൾ അനുഭവിക്കുന്ന ഇൻസൾട്ടുകളുമാണ് ആ സിനിമയുടെ വിഷയം. അയാളുടെ ആംഗിളിൽ നിന്നിട്ടാണ് കഥ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളുടെ കഥ പറയുമ്പോൾ അങ്ങനെ ഒരാളെ കാണിക്കണ്ടേ? സ്യൂഡോ മനുഷ്യസ്നേഹമാണ് ഇവർ ഈ പറയണത്. അതുകൊണ്ട് ആർക്കും വ്യാപകമായിട്ടുള്ള വിമർശനം ഒന്നും ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇത് കൽക്കി എന്ന് പറയുന്ന ഒരാൾ, ഈ ഒരു ട്രാൻസ്ജെൻഡർ, അവരാണ് ആദ്യം പറഞ്ഞത്. ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകനെ എനിക്കൊന്ന് കാണണം, അയാളെ കണ്ടാൽ ഞാൻ അയാളുടെ ചെകിട്ടത്തടിക്കും എന്ന് പറയുന്നതായിരുന്നു. മാതൃഭൂമിയുടെ ആണോ മാധ്യമത്തിൻ്റെ ആണോ വീക്കിലിയിൽ അവരുടെ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ അവരെ അടുത്ത് പിന്നെ ആ ഇൻ്റർവ്യൂവിൽ അവർ വളരെ അധിക്ഷേപകരമായിട്ടാണ് എന്നെക്കുറിച്ച്, എൻ്റെ സിനിമയെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ ആ ലേഖകൻ സ്വാഭാവികമായിട്ടും ചോദിക്കണമല്ലോ, ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. അത് ചോദിക്കുന്നില്ല. അപ്പോൾ വെച്ചാൽ ലേഖകൻ്റെ താല്പര്യം ഈ പറയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നീട് അവരെ ഒരു TV അവതാരകൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ ഈ ആളോട് ചോദിച്ചു, കൽക്കിയോട് ചോദിച്ചു, ചാന്ത് പൊട്ട് എപ്പോഴാണ് കണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല, കേട്ടറിവ് മാത്രം. അപ്പം അത്തരം കാര്യങ്ങളോട് ഞാനിത് മറുപടി പറയൽ നിർത്തിയതാണ്. പക്ഷെ ജനങ്ങൾ ഏറ്റെടുത്തല്ലോ ആ സിനിമയും. വലിയ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, അതിലൊരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ്സും ഇല്ല. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആ സിനിമയ്ക്ക് ആ സബ്ജക്റ്റിന് ഇല്ല എന്ന് പറയുന്നത് സ്റ്റുപ്പിഡിറ്റിയാണ്. അത് ആ സിനിമ മനസ്സിലാവാത്ത, കണ്ടിട്ടില്ലാത്ത ആൾക്കാരും അല്ലെങ്കിൽ കണ്ടിട്ടും മനസ്സിലാവാത്ത ആൾക്കാരുമാണ്. പിന്നെ ഭയങ്കര റിപ്പൾസീവായിട്ടുള്ളൊരു വിഷയമാണ് സിനിമയായിട്ട് ചെയ്യുമ്പോൾ. നായകനാണ് ഇങ്ങനെ ഒരു റോള് ചെയ്യുന്നത്. അതിലൊരു ഭയങ്കര വെല്ലുവിളിയും റിസ്ക്കും ഉണ്ട്. നിങ്ങൾ ഇത്തരം ഒരു സിനിമ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്തിട്ട് അതൊരു മനുഷ്യനും കാണാതെ പെട്ടിയിലിരുന്നിട്ട് എന്താ കാര്യം? എൻ്റെ സിനിമ ആൾക്കാർ കണ്ടു, ആൾക്കാരത് ആസ്വദിച്ചു, ആളുകൾക്ക് ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഇപ്പം പറയുന്ന പ്രശ്നം ചാന്ത് പൊട്ടെന്നാണ് ഇപ്പം അവരെ വിളിക്കണതെന്നാണ്. പണ്ട് വൃത്തികെട്ട പേരുകളായിരുന്നു വിളിച്ചിരുന്നത്, ഓർമ്മയില്ലേ? നാട്ടിലൊക്കെ എന്താണ് അവരെ വിളിച്ചിരുന്നതെന്ന്. ഉറപ്പായിട്ടും. അതിനുശേഷം അവർക്കൊരു ക്യൂട്ടായിട്ടുള്ള പേരുണ്ടായി. ഇത് ഞാൻ പറഞ്ഞതല്ല. ഞാൻ ഈ ചാന്തുവട്ട് ഇറങ്ങിയ സമയത്ത് എറണാകുളത്ത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയുടെ അവരൊരു സംഘടന എന്തോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആദ്യത്തെ വാർഷികത്തിന് ഞാനാണ് ചീഫ് ഗസ്റ്റായിട്ട്. ഞാൻ വിചാരിച്ചു ഇവരെന്നെ അടിക്കാനെങ്ങനെ വന്നിരിക്കാന്ന് വിചാരിച്ച്. ഈ പടം ഇറങ്ങിയിരിക്കുന്ന സമയത്ത് ഇവരെന്തെങ്കിലും നമ്മൾ ഉപദ്രവിക്കുന്ന വിചാരിച്ചു. പക്ഷെ അവർ ആ പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്യാനാണ് വന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെ ഇപ്പോൾ ഈ ചാന്തുവട്ട് എന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് സങ്കടമുണ്ട്? അപ്പോൾ അവരെന്നോട് പറഞ്ഞ മറുപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനു മുമ്പ് ഞങ്ങൾ എന്തൊക്കെ വൃത്തികേടാണ് വിളിച്ചിരുന്നത്, ഇത് നല്ല പേരല്ലേ എന്നാണ് പറഞ്ഞത്. ചാന്തുവട്ട് എന്ന് പറഞ്ഞ ഒരു ഫെമിനൈൻ ഒരു സൈൻ എന്നുള്ള നിലയിലാണ്. ചാന്തുവട്ട് ഒരു ഫെമിനൈൻ അടയാളമാണല്ലോ. അതൊരു പുരുഷനിൽ ആരോപിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ എല്ലാ സിനിമയെക്കുറിച്ചും നമ്മൾ പിന്നെ വ്യാഖ്യാനങ്ങൾ നൽകേണ്ടി വരിക എന്നുള്ളതും ഒരു ഗതികേടാണ്. ഒരു വെടി വയ്ക്കുകയും വേണം, ടോ എന്ന് പറയുകയും വേണമെന്ന് പറയുന്നത് മണ്ടത്തരമല്ല. ഞാനതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഒരിക്കലും ആൻസർ ചെയ്യാറേ ഇല്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിട്ട് ട്രിവാൻഡ്രത്ത് അവർ ഇത് ചോദ്യം തുടങ്ങിയപ്പോൾ ഞാൻ നിർത്തിക്കോളാൻ പറഞ്ഞു. എനിക്ക് നിങ്ങൾക്കുള്ള ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചോളൂ, പിന്നെ വേറെ എവിടെയെങ്കിലും എന്നെ ഇരുത്തിയിട്ട് വേണ്ട, എൻ്റെ അക്കൗണ്ടിൽ വേണ്ടെന്ന് പറഞ്ഞ് ഞാനത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇത് നമ്മൾ പറയേണ്ടി വരുന്നത് ഒരു ഭയങ്കര സങ്കടമാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഈ ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ക്യാരക്ടർ ട്രാൻസ്ജെൻഡർ പോലും അല്ലാന്ന് അവർ തിരിച്ചറിയണില്ല. അതോടൊപ്പം തന്നെ ഈ അവൾക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യം മലയാള സിനിമ എപ്പോഴും വലിയ തോതിൽ തന്നെ പല ഘടകങ്ങളുണ്ട്, അത് ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല. അതിലെന്താണ് ലാൽ ജോസിൻ്റെ ഒരു ഈ മേഖലയിൽ ഇത്രയും വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അവൾക്കൊപ്പം എന്ന് വരുമ്പോൾ അതൊരു ഒരു പദപ്രയോഗം മാത്രമല്ല,
അപ്പോൾ അവൻ അപ്പുറത്തുണ്ട്. അപ്പോൾ അതിനെങ്ങനെ കാണുന്നത് ഏതെങ്കിലും? അല്ല, അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട എന്നുവെച്ചാൽ കോടതിയിൽ വന്നു, കോടതി അതിൻ്റെ വിധി പറഞ്ഞു. പിന്നെ അതിൻ്റെ മീതെ സംസാരിക്കുന്നവരുടെ താല്പര്യം എന്താണെന്നുള്ളത് നമുക്ക് ആ പറയുന്ന ആളുകളെ നോക്കിയാൽ മനസ്സിലാവും. അതോടൊപ്പം തന്നെ ലാൽ ജോസ് നേരത്തെ നടത്തിയ പല ഇതേപോലുള്ള പ്രയോഗങ്ങളിലും പ്രമേയങ്ങളിലൊക്കെ പറഞ്ഞത് സിനിമ ഒരു സീരിയസ് ആയി തന്നെ നമ്മൾ കാണണം. അതൊരു പിന്നെ ചെറിയ ഒരു ഇടവേളകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്നല്ല. മറ്റൊരു സിനിമയിലൊക്കെ ഒരു നായകൻ പറയുന്നത് നിങ്ങൾ നായകനാകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതായിരിക്കും എന്നൊക്കെയാണ്. അത് വളരെ ലളിതമാണ്. ഒരാൾ ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു പിന്നെ സൂപ്പർ പിന്നെ ഹീറോ ആയിട്ട് വരണം, അത് ആയിരിക്കും എന്നത് ഒരു അതിര് കവിഞ്ഞ ഒരു ആത്മവിശ്വാസം അവിടെ കൊടുക്കുകയാണ്. പക്ഷേ ലാൽ ജോസ് പറഞ്ഞത് ഇത് സീരിയസ് ആണ്, ഇത് സീരിയസ് ആയി തന്നെ എടുക്കണം, അത് നിങ്ങൾ ഏറെക്കുറെ മുഴുവൻ സമയവും നിങ്ങളുടെ ഇതിലത് ഉണ്ടായിരിക്കണം. പക്ഷെ അതും പിന്നെ വിമർശിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ചിലരെങ്കിലും നമ്മുടെ സൗഹൃദ ഇതിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് സീരിയസ് ആയിട്ട് ഇത് മാത്രമായിട്ട് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ പറ്റുന്നവർ വന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങളുടെ ഒരു ഫുൾ ടൈം ഫോക്കസ് ആവശ്യമുള്ളൊരു സ്ഥലമാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ മമ്മൂട്ടി ആവാൻ ആഗ്രഹമുണ്ട്. മമ്മൂട്ടി കഴിഞ്ഞ 45 വർഷങ്ങളിൽ ആദ്യ വർഷങ്ങളിലും ഈ ഒരു ഒരു സ്റ്റാറ്റസിലേക്ക് എത്തുന്നത് വരെയുള്ള വർഷങ്ങളിൽ എന്തിലൂടെയാണ് കടന്നു പോയെന്നുള്ളതും അതിലൂടെ കടന്നു പോകാനോ തയ്യാറല്ലാണ്ട് നേരെ മമ്മൂക്ക ഇന്നുള്ള പൊസിഷനിൽ ആവാം. മറ്റേത് പറയാൻ പാടില്ല എന്ന് പറയുന്നത് മണ്ടത്തരമല്ല. ഇപ്പോൾ ശ്രീനിവാസൻ തന്നെ പറയുന്നുണ്ട് അയാളുടെ കല്യാണത്തിന് പിന്നെ മമ്മൂട്ടി കൊടുത്തൊരു തുക കൊണ്ടാണ് പിന്നെ ഭാര്യയ്ക്ക് സ്വർണം വാങ്ങിയിട്ട് ഒരു കല്യാണം നടക്കുന്നത്, താലി വാങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ ശ്രീനിവാസനൊക്കെ നമ്മളുടെ കൺമുമ്പിൽ വലിയ ഇതാണ്. പക്ഷേ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടായി വരാൻ ടൈം എടുക്കും. ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഈ വരുമാനത്തിൻ്റെ ഒരു ലെവലിലേക്കൊക്കെ എത്തുന്നത്. വളരെ അപൂർവം ആളുകൾക്കാണ് ഡയറക്റ്റ് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ആദ്യ സിനിമ തന്നെ ഹിറ്റാവുകയും തുടർച്ചയായിട്ട് പടങ്ങൾ കിട്ടുകയും ചെയ്യുന്നത് വളരെ അപൂർവം ആൾക്കാരാണ്. ബാക്കിയുള്ളവരെല്ലാവരും ദീർഘമായ ഒരു സഞ്ചാരത്തിന് ശേഷമാണ് അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളുടെ അനുഭവം കൊണ്ട് ആളുകൾ വന്നിട്ട് വെറുതെ വന്ന് ചാടരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പലരും ജീവിതം നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. 2, നിങ്ങൾക്ക് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതിനുള്ള മനസാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ അല്ലാതെ വിജയിച്ച് നിൽക്കുന്ന ഒരാളെ കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ തീ നാളം കണ്ടിട്ട് വെളിച്ചത്തിലേക്ക് ഓടി വരുന്ന ഈയാമ്പാറ്റകളുടെ അവസ്ഥയും കരിഞ്ഞു. ഇപ്പം എനിക്ക് തോന്നുന്നു ഗൾഫ് മേഖലയിൽ നിന്നൊക്കെ നിരന്തരം ഏറ്റവും കൂടുതൽ തിരക്കഥകൾ വന്നുകൊണ്ടിരിക്കുന്നതും അഭിനയിക്കാൻ ചാൻസ് ചോദിക്കുന്നതൊക്കെ പിന്നെ ലാൽ ജോസിൻ്റെ അടുത്തുണ്ടാവും, നിത്യവും ഉണ്ടാവും. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്ത്, കാരണം ഒരുപാട് പുതിയ ആളുകളെ കൊണ്ടുവന്നതിൻ്റെ പിന്നെ ഒരു അനുഭവം കൂടി ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ അത്തരം പിന്നെ ഇതിനെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഈ അല്ല, ഇപ്പം മാധ്യമത്തിൻ്റെ ഒരു പരിപാടിയിൽ ഞാൻ ഗൾഫിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ആള് അതിലെ ഒരു പോർഷൻ മാത്രം സോഷ്യൽ മീഡിയയിൽ വന്നു. ഞാൻ ദേഷ്യപ്പെടുന്ന പോലെ ഇത്തിരി അഗ്രസീവായിട്ട് സംസാരിക്കുന്ന ഒരു പോർഷൻ TV ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു. പക്ഷെ അതിന് മുമ്പുള്ള കാര്യം ആരും കാണിച്ചിട്ടില്ല. എന്താണ് നമ്മളിത്തിരി പ്രകോപിതനായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ 36 വർഷം ഈ സിനിമയിൽ ജോലി ചെയ്ത ഒരാളാണ്. സിനിമയിൽ ഞാൻ 9 വർഷം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. പക്ഷേ ഒരു ഡയറക്ടർ ആവാൻ 9 വർഷം ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ക്വിൻ്റൻ ടാരന്റിനോ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ബാലചന്ദ്ര മേനോൻ 50ഓളം സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ബാലചന്ദ്ര മേനോൻ, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഒക്കെ ചെയ്തിട്ടുള്ള മേനോൻ സാറ് ഒരാളുടെയും കൂടെ ഒഫീഷ്യലി അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചില എന്താ പറയേണ്ട ഭയങ്കര പ്രതിഭകൾ ഉണ്ട്. ഞാൻ പറയുന്നത് എന്നെപ്പോലെയുള്ള സാധാരണക്കാരെ കുറിച്ചാണ്. എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ, സാമാന്യ ബുദ്ധി മാത്രമുള്ള, ആവറേജ് ബുദ്ധി മാത്രമുള്ള ഒരാൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത്
ഒരു സിനിമ സംവിധായകൻ എന്ന് പറയുന്നത് സിനിമ സംവിധാനം ചെയ്യുക, അതിൻ്റെ ഒരു എസ്തറ്റിക് സൈഡോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിറ്ററേച്ചർ സൈഡോ മാത്രമല്ല, അതിൻ്റെ ടെക്നിക്കൽ സൈഡോ മാത്രമല്ല, ഒരു ഹ്യൂമൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു വലിയ ജോലി ഒരു സംവിധായകൻ ചെയ്യുന്നുണ്ട്. 200 250 അതിലധികമുള്ള ആളുകളെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല കലാരൂപങ്ങളെയും ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അതിൽ മ്യൂസിക് ഉണ്ട്, ഇപ്പോൾ ചിത്രകല പോലെ ഛായാഗ്രഹണമുണ്ട്, സാങ്കേതിക എഡിറ്റിംഗ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സാങ്കേതിക വിദഗ്ധരെ നമുക്ക് ആവശ്യമുള്ള സാധനം അവരിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഈ ഹ്യൂമൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യം പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ അനുഭവങ്ങളിൽ നിന്നാണ് കൂടുതൽ കിട്ടുക. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് ഇപ്പം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഒരുപാട് കോളേജുകളിൽ സിനിമ സംബന്ധമായിട്ടുള്ള തിയറികൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാൻ ഇപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺസ് ഉണ്ട്, പഴയ മാതിരിയല്ല. അപ്പം ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യണം എന്നില്ല. പക്ഷേ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറേ കാര്യങ്ങൾ ആ ആൾ സിനിമ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് അടുത്ത് നിന്ന് നേരിട്ട് കാണാനുള്ളൊരവസരമാണ്. അയാൾ എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യുന്നതെന്ന് കാണാനുള്ള അവസരമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറയുന്നത്. അത് പറഞ്ഞതിനാണ് ഒരുപാട് ആൾക്കാർ, ഞാൻ അപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്. നമ്മൾ എത്ര സത്യസന്ധമായി എത്ര റിയലിസ്റ്റിക് ആയിട്ടൊരു കാര്യം പറഞ്ഞാലും അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് ന്യായം. അപ്പോൾ കുറേ പേര് നമുക്കെതിരെ അതിൽ പറയണ്ടത് ഞാൻ ചിരിച്ചു വായിച്ചിട്ട്. ഇപ്പോൾ അതേസമയം തന്നെ പുതിയ തലമുറയിൽ ഒരുപാട് പ്രതിഭാശാലികൾ പല സിനിമകളും ഞെട്ടിക്കുന്നുണ്ട് നമ്മൾ. ഇപ്പോൾ സമീപകാലങ്ങളിലൊക്കെ എടുത്തു കഴിഞ്ഞാലും അതും പിന്നെ ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണേണ്ടതില്ലേ? അതാ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 1 വർഷം മദ്രാസിൽ മറ്റു പല ജോലികളും ചെയ്തതിന് ശേഷം ആണ് ഞാൻ സിനിമയിൽ അപ്രൻറ്റീസായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് അപ്പോഴാണ് ഞാനൊരു സിനിമ ഷൂട്ടിങ് തന്നെ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത്. ഒരു സിനിമ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് കാണുന്നത് അപ്പോഴാണ്. അതേസമയം ഇന്നത്തെ കുട്ടികൾ വരുന്നത് അവർക്ക് കോളേജിൽ അവരുടെ വിഷയം സിനിമയാണ്, സിനിമ എടുത്തിട്ട് പഠിച്ച കുട്ടികളുണ്ട്. പിന്നെ ഈ മോഡേൺ ഗാഡ്ജറ്റ്സും ഇൻ്റർനെറ്റിലും നിങ്ങൾക്ക് ലോകത്തുണ്ടാവുന്ന എല്ലാ സിനിമകളുടെയും പിന്നാമ്പുറ കഥകളും ചിത്രീകരണ വിശേഷങ്ങളും എങ്ങനെയാണ് ഇതിൻ്റെ ടെക്നോളജി എന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന കോഴ്സുകളും മാസ്റ്റർ ക്ലാസ്സുകളും ഒക്കെ നെറ്റിൽ ലഭ്യമാണ്. ഞങ്ങളുടെ കാലത്ത് അതൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കണ്ട് പഠിച്ചിട്ട് ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരാൾക്ക് നേരെ വന്ന് സിനിമ ചെയ്യാം. പഴയ പോലെയല്ല. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യും. ഇപ്പോൾ വരുന്ന കുട്ടികളെന്നും ഡയറക്റ്റ് ചെയ്യുന്ന പല ആൾക്കാരും ഞാനിപ്പോൾ ചെറിയ റോളുകളിലൊക്കെ അഭിനയിക്കാൻ വിളിച്ചാൽ പോകാറുണ്ട്. കാരണം എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ അറിയാൻ വേറെ മാർഗ്ഗമല്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഒരു ഡയറക്ടറുണ്ട്, വേറെ നമ്മളുടെ കാലത്ത് അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയുന്നതിന് വരുമ്പോൾ കോ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് വേറൊരാളുണ്ട്. ഈ കോ ഡയറക്ടർ എന്ന് പറയുന്ന ആൾ സിനിമയിൽ വർഷങ്ങൾ അസിസ്റ്റ് ചെയ്തിട്ടൊക്കെ പരിചയമുള്ള ആളാണ്. അയാളാണ് ഷോട്ട് ഡിവൈഡ് ചെയ്യുന്നതും ആർട്ടിസ്റ്റുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഒക്കെ. ഈ ഡയറക്ടർ എന്ന് പറയുന്ന ആൾ മോണിറ്ററിൻ്റെ ആണ് ഇരിക്കുന്നത്. അയാൾക്കിത് വേണോ വേണ്ടതെന്ന് പറയുകയാണ്. ഇത് ശരിയായി അല്ലെങ്കിൽ ഇത് ശരിയായില്ല, അതെങ്ങനെ മാറ്റി ചെയ്യണമെന്നൊന്നും പുള്ളി പറയില്ല, അത് മറ്റാളാണ് വീണ്ടും ചെയ്യേണ്ടത്. അപ്പോൾ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്ക് ഡയറക്ടർ ആവാൻ പറ്റുമെന്ന് ഞാൻ പറയുന്ന പോയിന്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ, അയാളുടെ മനസ്സിലൊരു സിനിമയുണ്ട്, അയാൾ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാവും, അതുകൊണ്ട് അയാൾ വരുന്നു, അത് എങ്ങനെ വേണമെന്നുള്ളത് അയാൾ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അത് പ്രാക്ടിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്നത് മറ്റൊരാളാണ്. ഇപ്പോൾ നിത്യേന ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിൽ നിന്നൊക്കെ വരുന്ന പിന്നെ സ്ക്രിപ്റ്റുകളായാലും അതോടൊപ്പം തന്നെ ഇത്തരം ആവശ്യങ്ങളായാലും അതിനെ എങ്ങനെയാണ് അത് പിന്നെ അതിൽ കണ്ടൻറ്റിൻ്റെ കാര്യത്തിലോ മറ്റോ ഇനിയും വളരേണ്ടതുണ്ടെന്ന് എന്താണ് അതിൽ ഒരു പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം കിട്ടിയിരിക്കുന്നത്? ഈ സ്ക്രീൻ പ്ലേ ഒക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയാം. ഇത് ഒന്നാമത്തെ കാര്യം, അതാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ എല്ലാ ആളുകളുടെ കയ്യിലും ഒരു കഥയുണ്ട്, എല്ലാ ആളുകൾക്കും പറയാനൊരു കഥയുണ്ട്. ഈ കഥ കേൾക്കാൻ എൻ്റെ കയ്യിൽ പറയാനൊരു കഥയുണ്ട്, അത് കേൾക്കാൻ താങ്കൾക്ക് താല്പര്യം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓപ്പോസിറ്റ് ഉള്ളത് 3.5 കോടി ജനങ്ങളാണ്. ഈ 3.5 കോടി ജനങ്ങളിൽ എത്ര പേർക്ക് ഞാൻ പറയാൻ പോകുന്ന ഈ കഥ
കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് കുറച്ച് പേർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും എന്ന് തോന്നുമ്പോഴാണ് ഒരു സംവിധായകൻ അത് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അയാളുടെ ധാരണ തെറ്റായി പോവും, ഈ ആളുകൾക്ക് അതിന് താല്പര്യം ഇല്ലാണ്ടായി പോവും. ചിലപ്പോൾ ആളുകൾക്ക് ഈ വിചാരിച്ച പോലെ തന്നെ താല്പര്യം തോന്നാം. അപ്പോൾ ആ താല്പര്യം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഓരോ ഡയറക്ടറുടെയും എന്താ പറയണ്ടേ ഇൻസ്റ്റിങ്ക്റ്റാണ്. അപ്പം ഒരാൾ പറയാണ്, ഞാൻ എഴുതിയ കഥയാണ്, എനിക്കറിയാം ഇത് ഉഗ്രനാണ്. ഞാൻ 27 സിനിമ ചെയ്തിട്ടുണ്ട്. എനിക്ക് 27 സിനിമയും ചെയ്യണ സമയത്ത് ഇത് ഉഗ്രനാണെന്നൊന്നും അറിയില്ലായിരുന്നു. എനിക്കിഷ്ടമായി ഞാനത് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം നമ്മളോട് കഥ പറയാനുണ്ടെന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞ സൂപ്പർ ഹിറ്റ് തിരക്കഥയാണ് എൻ്റെ കയ്യിലുള്ളത്, നിങ്ങളൊന്ന് കേൾക്കുക. എങ്ങനെ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഒരാൾക്ക് എങ്ങനെ സ്വന്തം സൃഷ്ടിയെക്കുറിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതും പറയാൻ പറ്റില്ല. അത് ആദ്യത്തെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തീരുമാനമാവുള്ളൂ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തീരുമാനമാവും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ LJ ടോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ലാൽ ജോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അതിന് വലിയ തോതിലുള്ള ഒരു ജനങ്ങളിലേക്ക് അത് എത്തണ്ടെന്ന് കരുതിയതാണോ? അത്ര ലിമിറ്റഡ് സർക്കിളിലാണോ അത്? അങ്ങനെയല്ല. LJ ടോക്സ് തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യും, അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പം വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് ഓരോ ഫോൺ മാറുമ്പോഴും ഈ സാധനങ്ങളൊക്കെ നഷ്ടപ്പെടും. പഴയ യാത്രകളുടെ ഒന്നും ഒരു ഫോട്ടോ പോലും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ ഞാനിതൊരു സ്റ്റോർ ചെയ്യാനുള്ള ഒരു കാര്യമായിട്ടാണ് ഇത് തുടങ്ങിയത്. താല്പര്യമുള്ള ആരെങ്കിലും കാണണമെങ്കിൽ കണ്ടോട്ടോ, ഇല്ലെങ്കിൽ അതവിടെ നമുക്ക് എന്നേക്കുമായിട്ട് അത് സൂക്ഷിക്കുമല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാം, ഫോൺ ഫ്രീ ആവും, മറ്റ് നമ്മുടെ ഇതെല്ലാം ഫ്രീ ആവും. അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. അങ്ങനെ ചെയ്തു തുടങ്ങി ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആൾക്കാർ ഇപ്പം 34,000 പേരെ. അത് ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല, ഇങ്ങനൊരു ഇതിൽ പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ഇത് നേരിട്ടറിയുന്ന ആളുകൾ, പിന്നെ എൻ്റെ ഫ്രണ്ട്സിന്, എനിക്ക് പരിചയക്കാർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കും. അങ്ങനെ കണ്ടിട്ടുള്ള ആളുകൾ, താല്പര്യമുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ കൂടിയിട്ടുള്ളതാണ്. അങ്ങനെ മതി എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ആളുകൾ കൂടുതലാവുമ്പോൾ അവരെ കേറ്റർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി വരും. ഇതിപ്പോൾ എനിക്കിഷ്ടമുള്ളത് ഞാനിടും, ആവശ്യമുള്ളവർ കണ്ടോ, കണ്ടില്ലെങ്കിൽ യാതൊരു പരാതിയും ഇല്ല. അതാണ്. സമാനമായ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അത് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ലാൽ ജോസിൻ്റെ അടുത്തൊരു പടത്തിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. ഏതാണ്ട് പ്ലാൻ ആയോ എന്താണ് എന്ന്? മലയാളിക്ക് അടുത്ത ലാൽ ജോസ് ചിത്രം കിട്ടും. ഒരു നോവൽ റിലീസ് ചെയ്തിട്ടുള്ളൊരു നോവലാണ് ഞാൻ അടുത്ത സിനിമയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് അടുത്ത വർഷമല്ല, ഈ വർഷം ചെയ്ത് തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ ഇതായിരിക്കും ഏരിയ. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ്, ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു ജോണറിലുള്ള സിനിമയാണ്. എന്തായാലും ഈ യാത്ര വളരെ ശക്തമായി തുടരും. അതോടൊപ്പം തന്നെ എനിക്ക് യാത്രയെക്കുറിച്ചും ഒരുപാട് രാജ്യങ്ങളിൽ ലാൽ ജോസ് ഇതിൻ്റെ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു വെള്ളത്തിൻ്റെ ദൗത്യം എന്നുള്ള ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയും. അതേപോലെ തന്നെ ആണോ ലൈഫിനെ കുറച്ചും കൂടി നമ്മളെ തന്നെ നവീകരിക്കാനുള്ളൊരു ഇതായിട്ടാണോ യാത്രയെയും ലാൽ ജോസ് കാണുന്നത്? അല്ല, ഞാൻ ഒരവസരവും നഷ്ടപ്പെടുത്താത്ത ഒരാളാണ്. അത് എന്തിലായാലും എനിക്ക് താല്പര്യമുള്ള എന്ത് കാര്യത്തിലും ഒരവസരം നഷ്ടപ്പെടുത്തില്ല. യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ അപ്പം പെട്ടിയെടുത്തിട്ട് ഇറങ്ങും. കാരണം രണ്ടാമത് ആ അവസരം കിട്ടില്ല, ഒരവസരവും രണ്ടാമത് വരില്ല എന്നാണ്. നോ സെക്കൻഡ് ചാൻസസ്. ആദ്യം കിട്ടുന്ന ചാൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ചില സുഹൃത്തുക്കളായിരിക്കും ഞാൻ ഇന്ന ചൈനയിൽ പോകുന്നുണ്ട്, വരുന്നോ എന്ന് ചോദിക്കുക. പിന്നെന്താ, ബാഗ് എടുത്തിട്ട് പോയി. കാരണം ആ ഒരു ഓഫർ നാളെ ആ ഓഫർ നമുക്ക് തന്നോളന്നില്ല. അയാൾ കുറേ കൂടി എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ സഹയാത്രികനായിട്ട് കിട്ടാമെന്നുണ്ടെങ്കിൽ അയാൾ അങ്ങോട്ട് മാറും. ഇപ്പം അയാളുടെ നാവിൽ ആ ചോദ്യം വെച്ച് കൊടുത്തത് പടച്ചവനാണ്. അത് എനിക്ക് അവിടെ പോകാനുള്ള യോഗം ഉള്ളതുകൊണ്ടാണ്. അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്തൊരു അവസരം എനിക്ക് ഉടനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത്തരം കോളുകൾ റിസീവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. യാത്രകൾ ഇഷ്ടമാണ് തീർച്ചയായിട്ടും. പിന്നെ സ്റ്റാഗ്നൻ്റായിട്ട് കിടക്കുന്ന തടാകത്തിനേക്കാൾ ഒഴുകുന്ന പുഴയാണ് എനിക്കിഷ്ടം. നമ്മൾ നേരത്തെ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിച്ചു, മോഹൻലാലും. എനിക്ക് തോന്നുന്നൊരു എൻ്റെ പരിമിതി ആയിരിക്കും അത്.
ഒരു 90കളിലും അല്ലെങ്കിൽ 80കളുടെ ഇതിലൊക്കെ ശക്തമായി നിന്ന അതേ നായക കഥാപാത്രങ്ങൾ ഈ 2025 നമ്മയുടെ ഏറ്റവും മികച്ച നടനായിട്ട് നിൽക്കുന്നു കാണുമ്പോൾ അത് അവരുടെ അസാധ്യമായിട്ടുള്ള കപ്പാസിറ്റി കൊണ്ടാണെന്നൊക്കെ പറയാൻ എളുപ്പമായിരിക്കും. പക്ഷേ അത് എന്തുകൊണ്ടാണ് മറ്റൊരു ഒരു താരം അവിടത്തേക്ക് അവരുടെ റീപ്ലേസ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണോ, അതോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അസാമാന്യമായിട്ടുള്ള അവരുടെ ഒരു കഴിവ് കൊണ്ട് തന്നെയാണോ? അല്ല, മമ്മൂക്കയും ലാലേട്ടനും ഇവിടെ കഴിഞ്ഞ 45 വർഷമായിട്ട് നിലനിന്നത് അവരുടെ കഴിവുകൊണ്ട് തന്നെയാണ്. അവരുടെ കഴിവുകൊണ്ട് അവർ വന്ന സമയത്ത് അവരെ കഥാപാത്രങ്ങളായിട്ട് തിരക്കഥ എഴുതിയ എഴുത്തുകാരുടെ ഒരു കഴിവുണ്ട്, അന്നത്തെ സംവിധായകരുടെ ഒരു ടാലൻ്റ് ഉണ്ട്. അന്ന് അവർ ചെയ്ത സിനിമകളിലൂടെ അവർ നേടിയ ഒരു ഇഷ്ടവും സ്നേഹത്തിൻ്റെയും ഗുഡ് വില്ലാണ് അവരിപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പം മമ്മൂക്കയും ലാലേട്ടനും മലയാള സിനിമയിൽ വരുന്ന കാലത്ത് ആരൊക്കെയാണ് അവർക്ക് വേണ്ടി എഴുതിയത്? പത്മരാജൻ, MT വാസുദേവൻ നായർ, ശ്രീനിവാസൻ, ലോഹിതദാസ്, അതിനു മുമ്പ് ഒരുപാട് ജോൺ പോൾ, അങ്ങനെയുള്ള ഗംഭീര റൈറ്റേഴ്സിൻ്റെ ഓതേഴ്സ് സപ്പോർട്ടുള്ള ക്യാരക്ടേഴ്സാണ് അവരുടെ കരിയറിൻ്റെ ബഡ്ഡിങ് ടൈമിൽ അവർ ചെയ്തത്. അപ്പോൾ അത് ജനങ്ങളുടെ ഉള്ളിൽ അത്രയും അവരോടുള്ളൊരു സ്നേഹം ഉണ്ടാക്കി. ആ കഥാപാത്രങ്ങളെയാണ് ആളുകൾ ആദ്യം സ്നേഹിച്ചത്. ആ കഥാപാത്രങ്ങളാണ് അവരെ ജനങ്ങളെ കൊണ്ട് സ്നേഹിപ്പിച്ചത്. പിന്നീട് ആ സ്നേഹം മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയിലേക്കും മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ഇന്നവർ അന്ന് ചെയ്ത പോലെയുള്ള കഥാപാത്രങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ആ കഥാപാത്രങ്ങളുടെ മെമ്മറീസിലാണ് അവരിന്ന് ചെയ്യുന്ന തിയേറ്ററിലേക്ക് ആൾക്കാർ വരിക. ആൾക്കാർ അതിൻ്റെ പേരിലുള്ള സ്നേഹം തലമുറകളായിട്ട് അവർക്ക് കൈമാറി, മക്കളുടെ മക്കളിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തു. ഈ ബോളിവുഡും ഹോളിവുഡും ഒക്കെ തട്ടിച്ചേക്കുമ്പോൾ മലയാളം ചെറിയൊരു ഭൂമികയാണ്. 3-3.5 കോടി മനുഷ്യന്മാർ, അതിൽ തന്നെ സിനിമ കാണുന്നവർ അതിൻ്റെ പകുതിയോ അതിലും കുറവ് മാത്രമായിരിക്കും. എന്നിട്ടും ഒരു മലയാള സിനിമ എന്നത് നോക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുകയാണ്. ഒരുപാട് വൈചിത്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങൾ, നടീനടന്മാർ, സാങ്കേതിക വിദഗ്ധർ, കഥകൾ, എത്ര സമ്പന്നം തന്നെയല്ലേ മലയാള സിനിമ. മലയാള സിനിമ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും പ്രതിഭ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എല്ലാ കാലത്തും മലയാള സിനിമ ഇന്ത്യൻ സിനിമയിലെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തന്നെയായിരുന്നു. ഇപ്പോൾ OTT ഒക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും ഒക്കെയുള്ള കോമൺ ആൾക്കാർ മലയാള സിനിമയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷേ പണ്ട് ഈ സിനിമ CD-യിലും വീഡിയോയിലും ഒക്കെ കാണുന്ന കാലത്തും മലയാള സിനിമയ്ക്ക് ആരാധകരുണ്ടായിരുന്നു. ഇപ്പോൾ ബംഗാളിലുണ്ടായിരുന്ന സിനിമകൾ നമ്മളിവിടെ കേരളത്തിലിരുന്ന് ആ കാലത്ത് കണ്ടിരുന്നു. കാരണം ബംഗാളിൽ നല്ല സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷേ ബംഗാളി സിനിമയ്ക്കൊക്കെ ഇടക്കാലത്ത് പറ്റിയ ഒരു അപജയം മലയാള സിനിമയ്ക്ക് ഒരിക്കലും സംഭവിച്ചില്ല. അതിൻ്റെ കാരണം ഇവിടെ മമ്മൂട്ടി, മോഹൻലാലിനെ പോലെയുള്ള 2 നടന്മാർ പില്ലേഴ്സായിട്ട് ഇവിടെ നിന്നു എന്നുള്ളതുകൊണ്ടാണ്. ആ സ്തംഭങ്ങൾ അങ്ങനെ നിന്ന ആളുകൾ ബംഗാളിലൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ് ആ ഇൻഡസ്ട്രീനെ നിലനിർത്താൻ പറ്റാതിരുന്നത്. നമ്മളുടെ ആർട്ട് ഹൗസ് സിനിമകളുടെയും കമേഴ്ഷ്യൽ സിനിമകളിലും ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഈ രണ്ടിൻ്റെയും ഭാഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞൊരു 40-45 വർഷം മലയാള സിനിമ ഇതുപോലെ നിലനിർത്തിയതിൽ അവർക്ക് വലിയ റോളുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്നടിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് നടന്മാർ അവരുടെ തുടക്കകാലത്തും അവരുടെ ഇടക്കാലത്തും അതിനുശേഷം ഇപ്പോൾ പുതിയ ഒരുപാട് നടന്മാർ ഉണ്ട്. ആ നടന്മാർ ഇവർ നിന്നതുപോലെ അത്രയും കാലം നിലനിൽക്കുമോ എന്നുള്ളത് ഇനി നമ്മൾ നോക്കി കാണണം. പിന്നെ പരീക്ഷണങ്ങൾക്കൊക്കെ ഒരു സന്നദ്ധമാണ്. അതെ. അല്ല, അത് അവരുടെ നിലനിൽപ്പിൻ്റെയും കൂടി ഭാഗമായിരുന്നു. ആ പരീക്ഷണങ്ങൾക്ക് അവർ നിന്നു കൊടുക്കുകയും അത്തരം പരീക്ഷണങ്ങൾ അവർ ചെയ്യുകയും ചെയ്താലേ അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. അവർ ബുദ്ധിയുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അവർ നിലനിൽക്കുന്നത്. ആ ബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് ദീർഘകാലം നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഏതാണ്ട് ജീവിതത്തിൽ ഒരു 60 വർഷങ്ങൾ ഈ ഭൂമുഖത്ത് നമ്മൾ ഉണ്ടായിരുന്നു. കുറേ അടയാളപ്പെടുത്താൻ പറ്റിയെന്ന് തന്നെയാണ് ഒരു സാധാ ഒരു ചലച്ചിത്ര പ്രേമി എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണുന്ന ലാൽ ജോസ്. അങ്ങനെ തന്നെയാണോ? അടയാളപ്പെടുത്തുക എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രയോ മുമ്പ് എത്രയോ മഹാരഥന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു.
ഓർമ്മയും ഓർമ്മപ്പെടുത്തലും എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യായുസിൻ്റെ ദൈർഘ്യമുള്ളൂ. അത് കഴിയുമ്പോൾ അനിവാര്യമായിട്ടുള്ള വിസ്മൃതിയിലേക്ക് പോയേ പറ്റുള്ളൂ. പോവും. അത് പോയാലെന്ത്, പോയില്ലെങ്കിൽ എന്ത്, നമ്മളറിയാൻ പോകുന്നില്ലേ. ഞാൻ വിചാരിക്കുന്നത് ഈ പിന്നിട്ട എൻ്റെ ജീവിത വർഷങ്ങൾ ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള രീതിയിലാണ് ജീവിച്ചത്. നമ്മൾ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഉള്ള പരിസരങ്ങളിലുള്ള ആളുകൾ അൺഹാപ്പി ആവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിയുന്നത്ര അവരെ സന്തോഷിപ്പിക്കാൻ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിന് സാർത്ഥകമാക്കുന്നത്. നിങ്ങൾ എൻജോയ് ചെയ്യാൻ നിങ്ങളുടെ കുറേ മണിക്കൂറുകൾ നിങ്ങളെ രസിപ്പിക്കാൻ എൻ്റെ സിനിമകൾക്കായിട്ടുണ്ട്. ആ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടായിട്ടുള്ള ഒരു പുഞ്ചിരിയാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ നേട്ടം എന്ന് പറയുന്നത്. പക്ഷെ അതിന് ശേഷം നിങ്ങൾ എന്നെ ഓർത്തിരിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. പക്ഷെ അതേസമയം നമ്മളെ ഒരു പരിസരങ്ങളിൽ നിന്നൊക്കെ ഈ മാറ്റങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യർ പലതിൻ്റെ പേരിൽ വിഭാഗീയത, ജാതീയത, മതപരം, വംശീയം, ദേശീയമായിട്ട്, അത് കേരളം മാത്രമല്ല മൊത്തം അതിലൊരു സങ്കടം തോന്നുന്നില്ലേ? ഇതിങ്ങനെ ആകാൻ പാടില്ലായിരുന്നു എന്നൊരു 90കളിലോ 80കളിലോ നിന്ന് നോക്കുന്ന ലാൽ ജോസിന് തോന്നുന്നില്ല ഇതിങ്ങനെ ആയിരുന്നില്ല പോകേണ്ടതെന്ന്? അല്ല, അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോയേ പറ്റൂ. മാറ്റം എന്നുള്ള സാധനത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത്. മാറിക്കൊണ്ടേയിരിക്കും. കാലാകാലങ്ങളിൽ ശരിയായ ദിശ തെളിയിക്കാൻ ചില ആളുകൾ ഉദയം കൊള്ളും. ചില നേതാക്കന്മാരുണ്ടാവും, ചില സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ചില പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഉള്ള മഹാന്മാരായിട്ടുള്ള അത്തരം ആളുകൾ ഉണ്ടാവാൻ നമുക്ക് ആഗ്രഹിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഓരോ കാലത്ത് നിന്ന് നോക്കുമ്പോൾ പഴയ കാലവും ഈ കാലവുമായിട്ടുള്ള കമ്പാരിസൺസിലൊന്നും അർത്ഥമില്ല. ഈ കാലം നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടോ, നിങ്ങൾക്ക് സമാധാനം തരുന്നുണ്ടോ, ഇല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവണം. അങ്ങനെ ഒരു ധർമ്മച്യുതി ഉണ്ടാവുമ്പോൾ ഒക്കെ അതിന് ഒരു പരിഹാരം ഉണ്ടാവുന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്ന ഒരു മോശം കാര്യത്തിനും സ്ഥായി ആയിട്ടുള്ളൊരു നിലനിൽപ്പില്ല. ഒരു മികച്ച കാലത്തിനും സ്ഥായി ആയിട്ടുള്ളൊരു നിലനിൽപ്പില്ല. അപ്പോൾ ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു കോയിൻ ഇങ്ങനെ മാറിയും തിരിഞ്ഞും വീഴുന്നത് പോലെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട. കാരണം അതിന് ഈ മാൽത്തൂസിയൻ എക്കണോമിക്സ് പറയുന്നത് പോലെ നേച്ചറിനൊരു രീതിയുണ്ട്. ആ നേച്ചർ അതിന് പരിഹാരം ഉണ്ടാക്കും. അല്ലെങ്കിൽ മറ്റേ ദിനോസറസുകളും ഒക്കെ ജീവിച്ചിരുന്ന ഈ ഒരു സ്ഥലത്ത് പെട്ടെന്ന് അവർ മുഴുവൻ ഇല്ലാണ്ടാവുകയും പിന്നീട് മനുഷ്യനുണ്ടാവുകയും ഒക്കെ ചെയ്തല്ലോ. അതൊരു പ്രകൃതിയുടെ തീരുമാനമായിരുന്നല്ലോ അങ്ങനെ ഒരു മാറ്റം വേണമെന്നുള്ളത്. അങ്ങനെ തീരെ അസഹ്യമാവുമ്പോൾ പ്രകൃതി ഇവിടെ വീഴ്ത്തിക്കുമായിരിക്കും. അപ്പോൾ ശുഭാപ്തി ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക, നമ്മുടെ പരിസരത്ത് ഹാപ്പിനെസ് കൊണ്ടുവരാൻ ചെയ്യാൻ പറ്റുമോ ചെയ്യാം. അതെ, നമ്മളുടെ ദൗത്യം അത്രയല്ലേ ഉള്ളൂ. ഈ ചെറിയ ജീവിതത്തിൻ്റെ ചെറിയ കാലയളവിലുള്ള ചെറിയ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വയം സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് അത് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പരാജയമാണ് നിങ്ങൾ. അത്ര ചെയ്താൽ മതി. നമുക്ക് ഈ ലോകം മുഴുവൻ നമുക്ക് നന്നാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മളുടെ പരിസരത്തുള്ള ആളുകളെ കംഫർട്ടബിളാക്കാനും അവരെ രസിപ്പിക്കാനും അവരുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനും നമുക്ക് പറ്റിയാൽ അത് മതി. അങ്ങനെ ഓരോരുത്തരും ചെയ്താൽ ഈ ലോകം ഓട്ടോമാറ്റിക്കലി സന്തോഷഭരിതമാവും അല്ലേ. ഉള്ള ഇതിൽ സന്തോഷിക്കാൻ സാധിക്കുക എന്നുള്ള ജീവിക്കുന്ന സമയത്ത് സന്തുഷ്ടി കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ്, സംതൃപ്തി കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ്. ഞാൻ ഏറെക്കുറെ സംതൃപ്തനായിട്ടുള്ള ഒരാളാണ്, സന്തോഷവാനായിട്ടുള്ള ഒരാളാണ്. വലിയ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. ഒരുപാട് നടക്കാത്ത ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാൻ കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള ആളും കൂടിയാണ്. എന്തൊക്കെ നടക്കും സാധ്യതയുണ്ട്, എന്തൊക്കെ നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും കൂടി നമ്മൾക്ക് ബോധം ഉണ്ടാവണം. നമുക്ക് നമ്മളുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രമല്ല, നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ചുമതലകളെക്കുറിച്ചും കൂടി നമുക്ക് ബോധ്യം ഉണ്ടാവണം. അങ്ങനെ ജീവിച്ചു പോയാൽ ഈ ജീവിതം മനോഹരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഒരു സിനിമയുടെ കഥ പറച്ചിൽ മാതിരിയാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂർ പിന്നിട്ട് പോയിരിക്കുന്നത്. മനോഹരമായിട്ട് പറയാനുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ലാൽ ജോസിൻ്റെ ആ കഥ പറച്ചിൽ ഇനിയും ഒരു പക്ഷേ മലയാള പ്രേക്ഷകരെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നതും അത് തന്നെ ആയിരിക്കും. ഇനിയും അത് ശക്തമായി തന്നെ തുടരട്ടെ. വ്യത്യസ്തമായിട്ടുള്ള കഥ കേൾക്കാൻ വേണ്ടി മലയാളികൾക്കൊപ്പം നമ്മളും കാത്തിരിക്കുകയാണ്. വലിയ സന്തോഷം ഇത്രയും നേരം പങ്കുവച്ചത്.